നമ്മളെല്ലാവരും കാത്തിരുന്ന നീറ്റ് എക്സാമിന് ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മെയ് 3 എന്ന് പറയുന്ന ആ ദിവസം ഇങ്ങെത്തി മക്കളെ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാനങ്ങ് പോവാം മക്കളെ. ഇത് ചിലപ്പോൾ എൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇക്കൊല്ലത്തെ നീറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളത്. ആരും ടെൻഷൻ അടിക്കേണ്ട, ആരും ഓവർ തിങ്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട മക്കളെ. സത്യത്തിൽ നീറ്റ് എക്സാമിന് നിങ്ങൾ വിജയിച്ചു. സത്യത്തിൽ നിങ്ങളെ സമ്മതിക്കണം, അങ്ങനെ വേണം പറയാൻ. കാരണം ഒരു കൊല്ലം സോഷ്യൽ മീഡിയ കാര്യങ്ങളുമൊക്കെ മാറ്റിവെച്ച് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരിക്കും ഫാമിലിയിൽ. അതൊക്കെ മറികടന്ന് അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പല ബന്ധങ്ങളിൽ നിന്നും മാറി നിന്ന് നീറ്റ് എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം, ഡോക്ടർ ആകണം എന്ന് പറയുന്ന വലിയൊരു സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ ഒരു കൊല്ലം മുമ്പ് തയ്യാറെടുക്കാം എന്ന് തീരുമാനിച്ച ദിവസമുണ്ടല്ലോ, അന്ന് തന്നെ സത്യത്തിൽ നിങ്ങൾ നീറ്റ് എക്സാമിൽ വിജയിച്ചു കഴിഞ്ഞു മക്കളെ. നമ്മുടെ മോക്ക് എക്സാമിലെ മാർക്കോ റാങ്കോ എന്തുമായിക്കോട്ടെ, നിങ്ങളത് ബോധേഡാകണ്ട. ഈ ഒരു മൊമെൻറ്റ് നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ച് ഓവർ തിങ്ക് ആകണ്ട. എന്തു പറ്റും, മാർക്ക് കുറഞ്ഞാൽ അമ്മയും അച്ഛനും എന്തു പറയും, നാട്ടുകാരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമോ, വീട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തുമോ, അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. വരുന്നിടത്ത് വെച്ച് നോക്കാം. നിങ്ങൾ ഇത്രയും കാലം മെനക്കെട്ടില്ലേ, ഇനിയിപ്പം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു മൊമെൻറ്റ് കൂടെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മറികടക്കുക. വരുന്നിടത്ത് വെച്ച് നമുക്ക് നോക്കാം. മോക്ക് എക്സാമിലെ മാർക്ക് കുറവായിരിക്കും, അപ്പം നീറ്റിൽ മാർക്ക് കുറവായിരിക്കുമോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എപ്പോഴും മിറാക്കിൾ ഉണ്ടാകും ലൈഫ് എന്ന് പറഞ്ഞാൽ. ഞാനിന്ന് ഇവിടെ എത്തി നിൽക്കാൻ ഒരിക്കലും ഞാൻ കരുതിയ ഒരാളല്ല ഞാൻ ഡോക്ടറാകുമെന്ന്. ഞാനിവിടെ ഡോക്ടറായിട്ട് നിൽക്കുന്നെങ്കിൽ അതൊരു മിറാക്കിളാണ് മക്കളെ, ഒരു അത്ഭുതമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഈ മൊമെൻറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ നീറ്റ് എക്സാമിൽ മാർക്കൊക്കെ കിട്ടി വന്ന് ഡോക്ടറാവുന്ന പ്രതീക്ഷയിൽ എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ എന്നോട് ചേർത്ത് പിടിച്ചൊരു മൊമെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു മൊമെൻറ്റ് നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഫുൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വേണം. എക്സാം ഹോളിൽ കയറി 2 മണി മുതൽ 5 മണി വരെ ആ എക്സാം എഴുതുന്ന ആ മൊമെൻറ്റിലും നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം. എനിക്ക് ഡോക്ടറാകാൻ പറ്റും, എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, 150 ക്വസ്റ്റ്യനും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വേണം. ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാടാ. മനുഷ്യന്മാരുണ്ടാക്കുന്ന പേപ്പറല്ലേ ഇത്, മനുഷ്യന്മാർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മനുഷ്യന്മാരുണ്ടാക്കുന്ന ഈ പേപ്പർ, ഈ നീറ്റ് പേപ്പർ, ഈ 2026 പേപ്പർ നമ്മൾ സോൾവ് ചെയ്യും മക്കളെ. ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റിന് അഡ്മിഷൻ നേടിയിരിക്കും മക്കളെ. നമ്മൾ ആ കോൺഫിഡൻസോടെ മുമ്പോട്ട് പോവുക. ഇത്രയും കാലം നമ്മൾ പഠിച്ചില്ലേ, ആ മെനക്കെട്ടതും ആ എഫേർട്ടും ആ സ്മാർട്ട് വർക്കുമൊക്കെ ദൈവം അല്ലെ പടച്ചോൻ കണ്ടതല്ലേ മക്കളെ. അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രത്യുപകാരം നമുക്ക് കിട്ടുമടാ, മാർക്ക് കിട്ടും. ബി കോൺഫിഡൻറ്റ്. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നീറ്റിനെ കുറച്ച് ദിവസം കൂടെ കുറച്ച് നേരമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഷോർട്ട് നോട്ട് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് വായിക്കുക. നിങ്ങൾ ഒരു കാരണം വെച്ചാലും പുതിയ ടോപ്പിക്കോ കാര്യങ്ങളോ പഠിക്കാൻ തീരെ സമയമില്ല. കാരണം തൊട്ടടുത്ത ദിവസമാണ് നീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഫിസിക്സിൻ്റെ ഷോർട്ട് ബുക്ക് കാണും, ഒരു നോട്ട് ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ടുള്ള ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഇക്വേഷൻസ് ഒക്കെ വായിക്കുക. ഓരോ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ അതിനടിയിലുള്ള ഇക്വേഷൻസ് പറയാൻ ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കി വെരിഫൈ ചെയ്യുക. ഹെഡിങ് വായിക്കുന്നു, ഇക്വേഷൻ പറയുന്നു, അതല്ലേ നോക്കുന്നു. ഹെഡിങ് വായിക്കുന്നു, ഇക്വേഷൻ തന്നെ പറയുന്നു, അതല്ലേ നോക്കുന്നു. അങ്ങനെ വേഗം റിവൈസ് ചെയ്ത് പോവുക. ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഇക്വേഷൻസും കൺസെപ്റ്റും ഒക്കെ എഴുതി ഉണ്ടാക്കിയ ബുക്ക് റിവൈസ് ചെയ്യുക. കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴോ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഫോർമുലാസ് റിവൈസ് ചെയ്യുക, ഓർഗാനിക്കിലെ മെയിൻ റിയാക്ഷൻസ് റിവൈസ് ചെയ്യുക, എക്സെപ്ഷൻസ് റിവൈസ് ചെയ്യുക. അതിനുള്ള സമയം നമുക്ക് ഇന്നത്തെ ദിവസമുള്ളൂ. ഇന്ന് വൈകുന്നേരം, അതായത് 4 മണി 5 മണിക്ക് ശേഷം നിങ്ങൾ ഫുൾ ബയോളജിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ബയോളജിയിലേക്ക് വരുമ്പോൾ ആദ്യം മുതലേ ലൈൻ ബൈ ലൈൻ വായിക്കുക. എക്സെപ്ഷൻസോ കോളംസോ ടേബിൾസോ എന്തെങ്കിലുമൊക്കെ ഡയഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കി നിങ്ങൾ വെക്കുക. ഇങ്ങനെ പോവുക. ഇന്ന് വൈകുന്നേരം മുതൽ നാളെ എക്സാം ഹോളിലേക്ക് കയറുന്നതിന് തൊട്ട് മൊമെൻറ്റ് വരെ നിങ്ങൾ ബയോളജി വായിക്കാൻ പാടുള്ളൂ. വേറൊന്നും വായിക്കേണ്ട. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ, അതിന് രാവിലെ നിങ്ങൾ ചെല്ലുമോ, നേരത്തെ എത്തുമല്ലോ, അന്നത്തെ ദിവസം ചിലപ്പോൾ ബാക്കി കുട്ടികൾ പലതും വായിക്കുന്നുണ്ടാകും. നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അതൊന്നും നിങ്ങൾ ഓർമ്മ, ഫിസിക്സിലെ കെമിസ്ട്രിയിലെ പല ഇക്വേഷനൊക്കെ തലയിൽ ഇങ്ങനെ വരുത്താൻ നോക്കും, അത് ചിലപ്പോൾ ഓർമ്മ കാണില്ല. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇന്ന് വൈകുന്നേരം മുതൽ നാളെ എക്സാം ഹോളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ എന്തു ചെയ്യണം, ബയോളജി വായിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്നാണ്. നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ബയോളജി ആയിരിക്കണം നമ്മൾ എക്സാം ഹോളിലേക്ക് കയറുന്ന ദിവസവും, കയറുന്ന ആ രാവിലെ ആ ടൈമിലും വൈകുന്നേരത്തെ പിറ്റേ ദിവസത്തെ തലേ ദിവസത്തെ സമയത്തും നമ്മൾ ബയോളജി വേണം വായിക്കാൻ. ഇന്ന് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വീക്ക് ടോപ്പിക്കുകളൊക്കെ വേഗം ഷോർട്ട് നോട്ട്സിലൂടെ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. വീക്ക് ടോപ്പിക്കൊക്കെ കാണുമല്ലോ, ഒന്നും പഠിക്കാത്ത ചില ടോപ്പിക്കുകൾ കാണും. അതിലെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു പോവുക. ആ ഇക്വേഷൻ അതേപോലെ വന്നാൽ നമുക്ക് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എല്ലാ ടോപ്പിക്കിനും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലേക്ക് ഇന്ന് വൈകുന്നേരം മുതൽ ലൈൻ ബൈ ലൈൻ വായിക്കുക.
നാളെയും നിങ്ങൾ ബയോളജി വായിക്കുക, നേരെ എക്സാം ഹോളിലേക്ക് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് ചിലപ്പം അഖിൽ സാറിൻ്റെ ഇക്കൊല്ലത്തെ നീറ്റ് 2026 സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പഠിപ്പിച്ചാണല്ലോ +1 +2 ഞാൻ ഒരുപാട് നല്ല കാലങ്ങളാണെന്ന് കരുതുന്നു. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മിണ്ടുക, വർത്തമാനം പറയാം, ചായ വാങ്ങിച്ചേരുക. ബൈ, ഗുഡ് ലക്ക്.